യുവരാജ്, ക്യൂബയ്ക്കെതിരെ ഇനി എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും? അല്ല, ക്യൂബയ്ക്കെതിരെ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം അവർ പറഞ്ഞിരിക്കുന്ന വിഷയം വളരെ നുണയാണ്. അതായത് ആകസ്മികമായിട്ട് ഷാഹിദ് അഫ്രീദി പറയുന്ന പോലെ ഡോറ് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറി എന്നുള്ള. കാരണം അഫ്രീദി അവിടെ വന്ന് വളരെ പ്രിപ്പയർഡായിട്ട് കേരളത്തിനെ പുകഴ്ത്തിക്കൊണ്ടുള്ളൊരു സ്പീച്ചാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ഉള്ള ഭക്ഷണങ്ങളെക്കുറിച്ച്. അപ്പോൾ അത് അദ്ദേഹം വളരെ പ്രിപ്പയർഡായിരുന്നു അവിടെ എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പാകിസ്ഥാനിലെ മീഡിയ ജിയോ TV ആണ് ഈ സാധനത്തിനെ പുറത്തുവിട്ടിരിക്കുന്നത്. അവർ ഉമർ ഗുല്ലിനെ തൊട്ടിട്ട് പോലുമില്ല. പകരം ഷാഹിദ് അഫ്രീദിയെ ചീർ ചെയ്തു എന്നുള്ളതായിരുന്നു അവർക്കും പ്രാധാന്യത്തോടെ. അപ്പോൾ അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ മുമ്പിൽ പാകിസ്ഥാൻ ആർമിയെ അല്ലാന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലെ തീവ്രവാദികളെ ഇത്രയധികം എൻഡോഴ്സ് ചെയ്യുന്ന ഒരാളെ ഇന്ത്യൻ ജനത കൈയടിച്ച് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു നറേറ്റീവ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അത് വളരെ ഭംഗിയായിട്ട് അവർക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉമർ ഗുല്ല് മാത്രമായാലും പ്രശ്നമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രീ ആരിഫ് ഹുസൈൻ ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു കോമൺ സെൻസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. നിലവിലെ സാഹചര്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. പഹൽഗാമിൽ 26 പേര് വെടിയേറ്റ് മരിച്ചിട്ട് അവരുടെ 41ൻ്റെ ചടങ്ങ് പോലും കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇനിയിപ്പോൾ അത് ആര് വേണമെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അങ്ങനെ വിളിച്ച് നിർത്തിയിട്ട് ഈ പറയുന്ന പോലെ ഒരു ആഘോഷ പരിപാടി നടത്തുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം 5ാം ക്ലാസ്സും ഗുസ്തിയുള്ളവർക്ക് വരെയും 2 തവണ അഭിപ്രായം തോന്നേണ്ട കാര്യമാണ്. അവിടെ നിന്നിരുന്ന ഇത്രയും വിദ്യാഭ്യാസമുള്ള വിഡ്ഢികൾക്ക് അത് തോന്നിയില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു വലിയ ഔചിത്യക്കുറവുണ്ട് എന്നുള്ള കാര്യം നമുക്ക് സമ്മതിച്ചാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇവരെയൊന്നും നമുക്ക് ഇതിനെന്ന് അത്ര നിഷ്കളങ്കമായിട്ടോ പാൽക്കുപ്പികളെന്ന് മാത്രം വിളിച്ചോ നമ്മൾ അങ്ങനെ അങ്ങ് ഒഴിവാക്കി കളയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഒരുപാട് പാൽക്കുപ്പികളുണ്ട്. കാരണം എന്താണ് രാഷ്ട്രീയമെന്നോ എന്താണ് രാഷ്ട്രമെന്നോ മനസ്സിലാവാത്ത ആൾക്കാർ. ഇനി പാകിസ്ഥാനിലുള്ള ആൾക്കാർ മുഴുവൻ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലുള്ള മുഴുവൻ ആൾക്കാരും പ്രശ്നമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് പാകിസ്ഥാനിലൊരു മദ്രസ വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്ന് അവിടുത്തെ ഒരു ഉസ്താദിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ ഈ ഗസവായി ഇങ്ങനെ എന്തോ സംഭവം നടപ്പിലായി കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയെ പിടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇന്ത്യയിലെ സ്ത്രീകളെ മുഴുവൻ നമുക്ക് പിടിച്ചുകൊണ്ട് പോകാൻ കഴിയുമോ, അതോ നമ്മളിങ്ങനെ 4 പേരെ വെച്ച് വിവാഹം കഴിക്കണോ? അയാളുടെ സംശയമാണ്, വളരെ ജെനുവിനായിട്ടുള്ളൊരു സംശയമാണ്. ഒരു മദ്രസ പ്രോഡക്റ്റ് അവിടെ നിന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ദുബായിൽ ഉൾപ്പെടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇടയിൽ ജീവിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് ബോധം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ മറ്റെന്തോ കാര്യം കൊണ്ട് ബ്രെയിൻ വാഷ്ഡ് ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് കിട്ടിയിരിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്.